ഹായ്, ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന മോഡ്യൂളിലെ ഒരു ടോപ്പിക്കാണ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻസ്. ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ അതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. ഒരു ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0, ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എക്സിന്റെ വാല്യൂ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുലയാണ് എക്സ് എൻ പ്ലസ് 1 ഈക്വൽ ടു എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. ഈ എഫ് ഡാഷ് എക്സ് എൻ 0 ആകരുത്, നോട്ട് ഈക്വൽ ടു 0. എൻ ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. നമുക്കിത് ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 5 യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. റൂട്ട് 5ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മെത്തേഡ് പറയുന്നുണ്ട്, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. നമുക്ക് എക്സ് ഈക്വൽ ടു റൂട്ട് 5 എന്ന് എടുക്കാം. ലെറ്റ് എക്സ് ഈക്വൽ ടു റൂട്ട് 5. എന്താണ് എക്സ് സ്ക്വയർ? 5. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 5 എന്താണ്? 0. അതായത് എക്സ് സ്ക്വയർ മൈനസ് 5 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന്റെ റൂട്ടായ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ. നമുക്ക് എന്ത് പറയാം? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് 5 ആണ്. നമുക്ക് ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എക്സ് ഈക്വൽ ടു ആ റൂട്ട് 5ന്റെ കറക്റ്റ് 2 പോയിന്റ് സംതിങ് വാല്യൂ കിട്ടും. നമ്മുടെ മെത്തേഡ് എന്താണ്? ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണ്. അപ്പൊ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 എന്ന് കിട്ടി. F0 കണ്ടുപിടിച്ച് നോക്കാം. എന്താണ് F0? എക്സിന് 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ മൈനസ് 5, അതായത് മൈനസ് 5 എന്ന് കിട്ടി. F1 എന്താണ്? എക്സിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് 5, മൈനസ് 4 എന്ന് കിട്ടി. F2 എന്താണ്? 2 സ്ക്വയർ മൈനസ് 5, അതായത് മൈനസ് 1. F3 കണ്ടുപിടിച്ച് നോക്കാം. F3 എന്താണ്? 3 സ്ക്വയർ മൈനസ് 5, അതായത് 9 മൈനസ് 5, 4. കണ്ടോ, ഒരു സൈൻ ചേഞ്ച് വന്നു. സൈൻ ചേഞ്ച് വരണത് വരെ ചെയ്യുക. നെഗറ്റീവ് വന്നിട്ട് അടുത്തൊരു പോസിറ്റീവ് വന്നു, കണ്ടോ. അപ്പൊ ഈ രണ്ടിനും ഇടയ്ക്കാണ് നമ്മുടെ റൂട്ട്. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 ആൻഡ് 3. സൈൻ ചേഞ്ച് വന്നാൽ അതിന്റെ മീനിങ് എന്താണ്? നെഗറ്റീവ് വന്നിട്ട് അടുത്ത് പോസിറ്റീവ് ആയി, അല്ലെങ്കിൽ തിരിച്ച് ആദ്യം കുറെ പോസിറ്റീവ് കിട്ടിയിട്ട് പിന്നെ നെഗറ്റീവ് കിട്ടി. സൈൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ രണ്ട് വാല്യൂസിന് ഇടയ്ക്കാണ് റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 ആൻഡ് 3. അത് എഴുതാം. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 ആൻഡ് 3. അപ്പൊ 2നും 3നും ഇടയ്ക്കാണ് നമ്മുടെ റൂട്ട്, അതായത് 2 പോയിന്റ് സംതിങ് ആണ് വാല്യൂ കിട്ടാൻ പോണത്. ഇനി നമുക്കൊരു ഇനിഷ്യൽ ഗസ് എടുക്കണം. ടേക്ക് ഇനിഷ്യൽ ഗസ് x0. അത് ഈ രണ്ടിന് ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം. ഒന്നുകിൽ 2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 3 എന്ന് എടുക്കാം. ഞാനിവിടെ 2 എന്നാണ് എടുക്കാൻ പോണത്. ടേക്ക് x0 ഈക്വൽ ടു 2. 3 വേണമെങ്കിലും എടുക്കാം. എന്താണ് നമ്മുടെ ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല? xn പ്ലസ് 1 ഈക്വൽ ടു xn മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് എക്സ് എൻ. ഇതാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല. വേർ n ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. എന്താണ് xn മൈനസ് എഫ് ഓഫ് എക്സ് എൻ എന്താണ്? നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇതാ കിടക്കുന്നു. നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇതാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് xn സ്ക്വയർ മൈനസ് 5 ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് xn സ്ക്വയർ മൈനസ് 5. ഇനി എന്ത് വേണം? എഫ് ഡാഷ് എക്സ് എൻ വേണം. എന്താണ് എഫ് ഡാഷ് എക്സ് എൻ? ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? xn സ്ക്വയറിന് 2xn മൈനസ് 5ന് 0, ഇപ്പം ബൈ 2xn. ഇതാണല്ലോ. where n equal to 0, 1, 2 etc. ഇനി എന്താണ് നോക്കേണ്ടത്? നമുക്ക് n-ന് ആദ്യത്തെ വാല്യൂ ആയ 0 കൊടുക്കാം. പുട്ട് n equal to 0. നമ്മൾ n equal to 0 കൊടുക്കുമ്പോൾ എന്താവും? xn plus 1 എന്നാണ്. അപ്പം x0 plus 1, x1 equal to n-ന് 0 ആണ്, x0
മൈനസ് n എല്ലാം 0 കൊടുക്ക് x0 സ്ക്വയർ മൈനസ് 5 ബൈ 2x0 ഇതല്ലേ x0 നമ്മുടെ ഇനിഷ്യൽ ഗസ് ആണ് 2 ആ വാല്യൂ കൊടുക്കാം 2 മൈനസ് 2 സ്ക്വയർ മൈനസ് 5 ബൈ 2 ഇൻറ്റു 2 ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ കിട്ടും അതായത് 2.25 അതാണ് കിട്ടുന്നത് 2.25 x1ന്റെ വാല്യൂ ആണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം ആ ഇക്വേഷനകത്ത് പുട്ട് n = 1 കൊടുക്കാം. അപ്പൊ എന്താവും നമ്മുടെ ഇക്വേഷൻ n ന് 1 കൊടുക്കുമ്പോൾ x2 = x1 മൈനസ് x1 സ്ക്വയർ മൈനസ് 5 ബൈ 2x1 എന്ന് കിട്ടും അല്ലേ. x1ന്റെ വാല്യൂ എന്താണ് 2.25 ആണ് അത് കൊടുക്കാം. x1ന്റെ വാല്യൂ 2.25 മൈനസ് 2.25ന്റെ സ്ക്വയർ മൈനസ് 5 ബൈ 2 ഇൻറ്റു 2.25 ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 2.236111. നമുക്ക് x2 കിട്ടിക്കഴിഞ്ഞു. അടുത്തിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് x3 കണ്ടുപിടിക്കാം. x3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം പുട്ട് n = 2 n ന് 2 കൊടുക്കാം. n ന് 2 കൊടുക്കുമ്പോൾ എന്താണ് ഇതെന്തിന്റെ ഫോർമുലയാണ് x n+1ന്റെ ഫോർമുലയാണ്. അപ്പൊ n ന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും x3 = x2 മൈനസ് f of x2 by f dash f of x2 അല്ലല്ലോ നമ്മുടെ ഇക്വേഷൻ അത് കൊടുക്കാം x2 മൈനസ് x2 സ്ക്വയർ മൈനസ് 5 ബൈ 2x2 ഇതാണല്ലോ. നമുക്ക് x2ന്റെ വാല്യൂ അറിയാം. ആ വാല്യൂ അതേപോലെ എഴുതുക, റൗണ്ട് ചെയ്യരുത്, അതേപോലെ എഴുതുക 2.236111 മൈനസ് 2.23611 സ്ക്വയർ മൈനസ് 5 ബൈ 2 ഇൻറ്റു 2.23611 ഈ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടും. x3 കിട്ടുന്നത് 2.2360679 എന്ന് കിട്ടും. ഇതേപോലെ നമുക്ക് x4 x5 x6 x7 ഇങ്ങനെ കണ്ടുപിടിച്ചു പോകാം. എപ്പോഴാണോ റൂട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത് അവിടെ നിർത്താം. അതായത് സെയിം റൂട്ട് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിർത്താം. ആ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയ റൂട്ടാണ് നമ്മുടെ ആ ഇക്വേഷൻ റൂട്ട് എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ x4 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും n ന് 2 കൊടുത്താൽ n ന് 3 കൊടുത്താൽ മതി. n ന് 3 കൊടുക്കുമ്പോൾ x4 കിട്ടും. x4 കിട്ടുന്നതും ഈ സെയിം വാല്യൂ തന്നെയാണ് 2.2360679 എന്ന് തന്നെ കിട്ടും. ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കാം. n ന് 4 കൊടുക്കുമ്പോഴും n ന് 4 കൊടുക്കുമ്പോൾ എന്ത് വരും x5 കിട്ടുന്നതും ഇത് തന്നെയാണ് 2.2360679 എന്ന് വെച്ചാൽ എന്താണ് റൂട്ട് സ്റ്റെബിലൈസ് ചെയ്തു. 3 തവണ നമുക്ക് x3 മുതൽ x3 x4 x5 എത്ര ചെയ്താലും ഇനി ഇതിനെ കിട്ടും. റൂട്ട് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്താണ് റൂട്ട് സ്റ്റെബിലൈസേഴ്സ്. therefore the root of the given equation is എന്താണ് xന്റെ റൂട്ട് എന്താണ് റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ ഈസ് ആ കിട്ടിയ 2.2360679 ഇതാണ് നമ്മുടെ ഗിവൺ ഇക്വേഷന്റെ റൂട്ട്. അതായത് റൂട്ട് 5ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഒന്ന് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിക്കുക എന്താണ് റൂട്ട് 5ന്റെ വാല്യൂ എന്ന്. റൂട്ട് 5ന്റെ വാല്യൂ കാൽക്കുലേറ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഈ കിട്ടിയത് 2.2360679 ആണ്. ഓക്കെ. Next question is using Newton-Raphson method compute the real root of f of x equal to x cube minus 2x minus 5. Correct to 5 decimal places. നമ്മുടെ Newton-Raphson method ആണ്. f of x തന്നിട്ടുണ്ട്. എന്താണ് f of x is given. f of x equal to x cube minus 2x minus 5.
ഇതിന്റെ റൂട്ടായ എക്സ് കണ്ടുപിടിക്കണം യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ആദ്യം എന്ത് ചെയ്യണം? F0 നോക്കാം. F0 എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 0 മൈനസ് 5, അതായത് മൈനസ് 5 എന്ന് കിട്ടി. F1 എന്താണ്? എക്സിന് 1 കൊടുക്കാം, 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 മൈനസ് 5, എന്ത് കിട്ടും? മൈനസ് 1 ഉണ്ട്, 1 മൈനസ് 2 മൈനസ് 5 എന്നാണ്, അപ്പൊ മൈനസ് 6 എന്ന് കിട്ടും. F2 ചെയ്ത് നോക്കാം. F2 എന്താണ്? എക്സിന് 2 കൊടുക്കുമ്പോൾ 2 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 2 4 മൈനസ് 5 എന്നാണ്. 2 ക്യൂബ് എന്താണ്? 8 മൈനസ് 4 മൈനസ് 5, 8 മൈനസ് 4 4 ആണ്, 4 മൈനസ് 5 മൈനസ് 1 ആണ്. F3 ചെയ്ത് നോക്കാം. 3 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 3 6 മൈനസ് 5 എന്നാണ്. 2 ക്യൂബ് എന്താണ്? 3 ക്യൂബ് 27, മൈനസ് 6 മൈനസ് 5 എന്ന് മൈനസ് 11 ആണ്, അപ്പൊ 16 എന്ന് കിട്ടി. അപ്പൊ എന്ത് വന്നു? സൈൻ ചേഞ്ച് വന്നല്ലോ. ആദ്യത്തെ ആൻസർ മൈനസ് 5 ആയിരുന്നു, രണ്ടാമത്തെ ആൻസർ മൈനസ് 6, മൂന്നാമത്തെ ആൻസർ മൈനസ് 1, അടുത്ത ആൻസർ എന്തായി? 16 ആയി. ആൻസർ മൈനസിൽ നിന്ന് പ്ലസിൽ വരിക അല്ലെങ്കിൽ പ്ലസിൽ നിന്ന് മൈനസ് വരിക. ഒരു സൈൻ ചേഞ്ച് വന്നാൽ എന്ത് പറയാം? റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. 2ഉം 3ഉം കൊടുത്തപ്പോഴല്ലേ സൈൻ ചേഞ്ച് വന്നത്? 2 കൊടുത്തപ്പോൾ മൈനസ് 1 എന്നും 3 കൊടുത്തപ്പോൾ 16 എന്നും കിട്ടി. അതായത് സൈൻ ചേഞ്ച് വന്നു. അപ്പൊ എന്ത് പറയാം? റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. നും 3ക്കും ഇടയ്ക്കാണ് റൂട്ട്, അതായത് 2 പോയിന്റ് സംതിങ് ആണ് കിട്ടാൻ പോകുന്ന ആൻസർ. ഇനി എന്താണ്? ഒരു ഇനിഷ്യൽ ഗസ് വേണം. ടേക്ക് ഇനിഷ്യൽ ഗസ് x0 ഈക്വൽ ടു x0 എന്താണ്? ഇനിഷ്യൽ ഗസ് x0. ഈ രണ്ടിലും ഏത് വാല്യൂ ആണെങ്കിലും എടുക്കാം. ഇനി ഏതെങ്കിലും ഇപ്പൊ നമ്മളിപ്പോ 2 ആണ് കൊടുക്കുന്നത്. 2 കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആൻസർ, അതായത് റൂട്ട് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒന്ന് 3 ഉറപ്പ് ചെയ്യണം. അതായത് ഫ്ലക്ച്വേറ്റിംഗ് ആൻസർ ആണ് കിട്ടുന്നതെങ്കിൽ 2 കൊടുക്കുമ്പോഴത്തേക്ക് ഒരിക്കൽ ഒരു ആൻസർ കിട്ടി, വീണ്ടും എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ട് വേറെ ആൻസർ കിട്ടി, അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഇത് ഒരിക്കലും സ്റ്റെബിലൈസ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്താണ്? റൂട്ടായിട്ട് നമ്മൾ ഇനിഷ്യൽ ഗസ് ആയിട്ട് മറ്റേ വാല്യൂ കൊടുക്കേണ്ടി വരും. ഇവിടെ നമുക്ക് 2 or 3 ഏതാണെങ്കിലും കൊടുത്താലും ആൻസർ കിട്ടും. നമ്മൾ x0 2 കൊടുക്കുകയാണ്. x0 2 കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഫോർമുല? f of x എന്താണ്? f of x അല്ല, ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് വെച്ചിട്ട് ഫോർമുല എന്താണ്? xn plus 1 equal to xn minus f of xn by f dash xn. ഇതാണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല. വേറെ n equal to 0 1 2 3 etc. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? പുട്ട് n equal to 0, n-ന് 0 ആണ് ആദ്യം കൊടുക്കുന്നത്. അപ്പൊ എന്ത് വരും? x1 equal to n-ന് 0 കൊടുക്കുമ്പോൾ x0 മൈനസ് f of x0 by f dash x0. ഇതല്ലേ? ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യാം. അതായത് xn മൈനസ് എന്താണ്? f of xn. f of x ആണ് തന്നിരിക്കുന്നത്. അപ്പൊ f of xn എന്താണ്? xn ക്യൂബ് മൈനസ് 2xn മൈനസ് 5 അല്ലേ? ബൈ f of x ആണ് തന്നിട്ടുള്ളത്. x ക്യൂബ് മൈനസ് 2x മൈനസ് 5 വന്നു. അപ്പൊ f of xn എന്താണ്? xn ക്യൂബ് മൈനസ് 2xn മൈനസ് 5. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? f dash xn. f dash x എന്ത് വരും? അതിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 2 എന്നല്ലേ ഡെറിവേറ്റീവ്. അപ്പൊ f dash xn എന്താണ്? 3xn സ്ക്വയർ മൈനസ് 2 ഇതല്ലേ? അപ്പം ഇതാണ് xn പ്ലസ് 1ന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് അതിൽ കൊടുത്തു നോക്കാം. അപ്പൊ എന്ത് വരും? ഇത് xn പ്ലസ് 1ന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ n-ന് 0 കൊടുത്തപ്പോൾ x1 ഈക്വൽ ടു x0 മൈനസ് x0 ക്യൂബ് മൈനസ് 2x0 മൈനസ് 5 ബൈ 3x0 സ്ക്വയർ മൈനസ് 2 എന്ന് കിട്ടും. x0ക്ക് നമുക്ക് ഇനിഷ്യൽ ഗസ് ആയ 2 കൊടുക്കാം. x0 2 മൈനസ് 2 ക്യൂബ് 8 മൈനസ് 2 into 2 4
minus 5 by 3 into 2 into square 4 minus 2. ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 2.1 ആണ്. x0 കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യാം? പുട്ട് n equal to 1. n ന് 1 കൊടുക്കാം. n ന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? x2 equal to എന്ത് വരും? n ന് 1 x1 minus x1 cube minus 2x1 minus 5 by 3x1 square minus 2 എന്ന് കിട്ടി. x1 ന്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 2.1. ആ വാല്യൂ അവിടെ കൊടുക്കുക. അപ്പോൾ എന്താണ്? x2 equal to x1 in 2.1 minus 2.1 ന്റെ ക്യൂബ് minus 2 into 2.1 minus 5 by 3 into 2.1 ന്റെ സ്ക്വയർ minus 2. അപ്പോൾ കിട്ടുന്ന x2 ന്റെ വാല്യൂ ആണ് 2.09456. 2.09456 എന്ന് കിട്ടും. അടുത്ത് എന്ത് ചെയ്യണം? നമ്മൾ ഇതേപോലെ x3 ചെയ്യും. ഇതെന്തിന്റെ ഫോർമുലയാണ്? xn plus 1 ഫോർമുലയാണ്. ഇനി എന്ത് ചെയ്യാം? n 1 വരെ കൊടുത്തു. പുട്ട് n equal to 3 അല്ല 2. n equal to 2 കൊടുക്കുമ്പോൾ എന്ത് വരും? x3 equal to n ൽ 2 x2 minus n ന് 2 x2 cube minus 2x2 minus 5 by 3 x2 square minus 2. എന്താണ് x2 ന്റെ വാല്യൂ? ആ 2.09456 കൊടുക്കുമ്പോഴത്തേക്ക് x2 ന്റെ വാല്യൂ 2.09456 മൈനസ് x2 ന് എല്ലാം കൊടുക്കുന്നു 2.09456 ന്റെ ക്യൂബ് മൈനസ് 2 into 2.09456 minus 5 by 3 into 2.09456 ന്റെ സ്ക്വയർ മൈനസ് 2. കാൽക്കുലേറ്റർ വർക്കാണ് പ്രധാനം. നമ്മൾ കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ വാല്യൂ കിട്ടും. x3 എന്ന് പറയുന്നത് 2.09455 എന്ന് കിട്ടും. എന്ത് പറയുന്നുണ്ട്? കറക്റ്റ് 5 ഡെസിമൽ പ്ലേസസ് എന്നാണ്. 5 ഡെസിമൽ പ്ലേസസ് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഒരിക്കൽ കൂടെ ചെയ്ത് നോക്കാം. ഒരിക്കൽ കൂടെ ചെയ്യുമ്പോൾ എന്താണ്? x4 അതായത് കുട്ടി n equal to 3 ചെയ്യുമ്പോഴത്തേക്ക് x4 എന്ത് വരും? ഇവിടെ എല്ലാം x3 minus x3 square minus 2x3 minus 5 by 3x3 square minus 2 എന്നാണ്. നമുക്ക് x3ക്ക് തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ കൊടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ x4 ന്റെ വാല്യൂ കിട്ടും 2.09455. കണ്ടോ? കറക്റ്റ് വാല്യൂ എല്ലാം കിട്ടുകയാണ്. x3യും x4ഉം സെയിം വാല്യൂ ആണ്. കണ്ടോ? 5 ഡെസിമൽ പ്ലേസസ് വരെ സെയിം ആയിട്ട് കിട്ടി. 5 ഡെസിമൽ അത് 1 2 3 4 5 1 2 3 4 5 5 ഡെസിമൽ പ്ലേസസ് കറക്റ്റ് ആയിട്ട് റൂട്ട് സ്റ്റെബിലൈസ് ചെയ്തു. എന്താണ്? റൂട്ട് സ്റ്റെബിലൈസേഴ്സ്. അപ്പൊ എന്തെടുക്കാം? അതിന്റെ റൂട്ട് എന്താണ്? therefore റൂട്ട് ഈസ് എന്താണ്? എക്സിന്റെ കറക്റ്റ് വാല്യൂ ആണ് കിട്ടിയത് 2.09455 എന്ന് കിട്ടി. കണ്ടോ? കറക്റ്റ് റൂട്ടാണ് കിട്ടുന്നത് എന്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് യൂസിംഗ് ന്യൂട്ടൺ-റാഫ്സൺ മെത്തേഡ് compute the real root of f of x equal to e raised to 2x minus x minus 6 lying between 0 and 1. ഇതൊരു KTU ക്വസ്റ്റ്യൻ ആണ്. f of x അറിയാം, പിന്നെ എന്തുണ്ട്? x lying between 0 and 1 എന്നും ഉണ്ട്. അപ്പൊ ഇനി f0 f1 f2 നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം 0ക്കും 1നും ഇടയ്ക്കാണ് റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്നുണ്ട്. റൂട്ട് ലൈസ് ബിറ്റ്വീൻ തന്നിട്ടുണ്ട്. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ നമുക്ക് ഇനിഷ്യൽ ഗസ് എടുക്കാം. ടേക്ക് ഇനിഷ്യൽ ഗസ് x0 ഈക്വൽ ടു നമ്മളിവിടെ 1 ആണ് എടുക്കുന്നത്. 0 ആണെങ്കിൽ എടുക്കാം. ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. നമ്മളിവിടെ 1 എടുക്കുന്നത്. ഇനി ഇൻ കേസ് നമ്മൾ 0 കൊടുക്കുമ്പോഴത്തേക്ക്
റൂട്ട് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്നില്ല എങ്കിൽ, അതായത് രണ്ടുമൂന്നും ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇത് ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് വരില്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അടുത്ത റൂട്ടായ 1 ആയിട്ട് നമ്മൾ x0 കൊടുക്കും. ഇവിടെ നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് റൂട്ട് തന്നെയാണ് കിട്ടുന്നത്, സ്റ്റെബിലൈസ് ചെയ്ത് വരില്ല. 0 കൊടുക്കുകയാണെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്ത് വരാത്ത ഫ്ലക്ച്വേറ്റിംഗ് റൂട്ട്സ് ആണ് കിട്ടുന്നത്. അപ്പം നമ്മളെന്താണ് ഇനിഷ്യൽ കേസ് x0 ഈക്വൽ ടു 1 ആണ് കൊടുത്തു നോക്കുന്നത്. എന്താണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡിന്റെ ഫോർമുല? xn+1 ഈക്വൽ ടു xn മൈനസ് എഫ് ഓഫ് xn ബൈ എഫ് ഡാഷ് xn. ഇത് ഫോർമുലയാണ്. ഇത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് 1 മാർക്ക് കിട്ടും. ഫോർമുല മാത്രം എഴുതിയാലും 1 മാർക്ക് കിട്ടുമല്ലോ. n ഈക്വൽ ടു 0, 1, 2 എക്സെട്ര. അതായത് xn മൈനസ് എന്താണ് എഫ് ഓഫ് xn? എഫ് ഓഫ് x അറിയാം. അപ്പൊ എഫ് ഓഫ് xn എന്താണ്? e റൈസ് ടു 2xn മൈനസ് xn മൈനസ് 6 ബൈ എന്താണ് എഫ് ഡാഷ് xn? ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് n എന്ന് കൊടുത്താൽ മതി. ഡെറിവേറ്റീവ് എന്താണ്? ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2e റൈസ് ടു 2xn മൈനസ് 1 എന്നല്ലേ? ഇനി എന്ത് ചെയ്യാം? പുട്ട് n ഈക്വൽ ടു 0. നമുക്ക് n ന് 0 കൊടുക്കാം. അപ്പൊ എന്ത് വരും? n ന് 0 കൊടുക്കുമ്പോൾ x1 ഈക്വൽ ടു x0 മൈനസ് e റൈസ് ടു 2x0 മൈനസ് x0 മൈനസ് 6 ബൈ 2e റൈസ് ടു 2x0 മൈനസ് 1. കേട്ടോ, നമ്മൾ എന്നിനൊക്കെ 0 എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇനി എന്താണ്? x0യുടെ വാല്യൂ 1 ആണ്. ആ വാല്യൂ കൊടുക്കാം. അതായത് ഇത് x1 ഈക്വൽ ടു എന്ത് വരും? x0 1 ആണ്. 1 മൈനസ് e റൈസ് ടു 2 മൈനസ് 1 മൈനസ് 6 ബൈ 2e റൈസ് ടു 2 മൈനസ് 1. ഈ സ്ക്വയറിന്റെ വാല്യൂ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0.97162 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് n ന് 1 എന്ന് കൊടുക്കാം. പുട്ട് n ഈക്വൽ ടു 1. n ന് 1 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? x2 ഈക്വൽ ടു എന്ന് കിട്ടും. x2 ഈക്വൽ ടു x1 മൈനസ് e റൈസ് ടു 2x1 മൈനസ് x1 മൈനസ് 6 ബൈ 2e റൈസ് ടു 2x1 മൈനസ് 1 എന്ന് കിട്ടും. x1ന്റെ വാല്യൂ എന്താണെങ്കിൽ തൊട്ട് മുന്നേ കിട്ടിയ വാല്യൂ ആണ്. അത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് x2ന്റെ വാല്യൂ ആയ 0.97080708 എന്ന് കിട്ടും. ഇനി ഇതേപോലെ വീണ്ടും നമുക്ക് x3 ചെയ്ത് നോക്കാം. x3 എന്താണ്? കുട്ടി n ഈക്വൽ ടു 2 കൊടുത്താൽ മതി. n ഈക്വൽ 2 കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും x3 ചെയ്യാൻ പറ്റും. x3 ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. 0.97080700 എന്ന് കിട്ടും. അതായത് അപ് ടു 6 ഡെസിമൽ പ്ലേസ് വരെ 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5, 6 അപ് ടു 6 ഡെസിമൽ പ്ലേസസ് വരെ നമുക്കിത് റൂട്ട് സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടി. അപ്പൊ എന്താണ്? therefore the given root is ഈ കിട്ടിയതാണ് റൂട്ട്. എന്താണ്? therefore the given root is x equal to 0.97080700 എന്ന് കിട്ടി. കണ്ടോ? ക്വസ്റ്റിന് പറയുന്നുണ്ട് അപ് ടു 6 ഡെസിമൽ അല്ല, കാരണം പറഞ്ഞിട്ടില്ല. നമ്മൾ 5, 6 ഡെസിമൽ പ്ലേസ് വരെ സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ റൂട്ടായിട്ട് എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 24⁻⁴ യൂസിങ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ്. ഈ 24⁻⁴ അതായത് ക്യൂബ് റൂട്ട് ഓഫ് 24 കണ്ടുപിടിക്കണം. മെത്തേഡ് പറയുന്നത് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡാണെന്ന്. അപ്പൊ എന്ത് കൊടുക്കണം? ലെറ്റ് x ഈക്വൽ ടു 24⁻⁴ എന്ന് കൊടുക്കാം. രണ്ട് സൈഡും ക്യൂബ് റൂട്ട് എടുക്കില്ല. ടേക്കിംഗ് ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് വരും? ക്യൂബ് ഓൺ ബോത്ത് സൈഡ്സ് x³ ഈക്വൽ ടു 24 എന്നല്ലേ? രണ്ട് സൈഡും ക്യൂബ് എടുത്തു. അപ്പൊ x³ ഈക്വൽ 24 എന്ന് കിട്ടി. ഇനി എന്താണ്? x³ മൈനസ് 24 ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ എന്താണ് f ഓഫ് x? f ഓഫ് x ഈക്വൽ ടു x³ മൈനസ് 24. ഈ ഇക്വേഷന്റെ റൂട്ടാണ് എക്സിന്റെ വാല്യൂ ആയ 24⁻⁴ അല്ലേ?
അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി എന്താണ് F0 കണ്ടുപിടിച്ച് നോക്കാം. F0 എന്താണ് 0 ക്യൂബ് മൈനസ് 24, അതായത് മൈനസ് 24 ആണ്. അടുത്ത് F1 ചെയ്ത് നോക്കാം. 1 ക്യൂബ് മൈനസ് 24 മൈനസ് 23 എന്ന് കിട്ടും. F2 ചെയ്ത് നോക്കാം. 2 ക്യൂബ് 8 മൈനസ് 24 ആണ്, അതായത് മൈനസ് 16 എന്ന് കിട്ടും. F3 ചെയ്ത് നോക്കാം. 3 ക്യൂബ് എന്താണ് 27 മൈനസ് 24 3 എന്ന് കിട്ടി. അപ്പൊ എന്താണ് സൈൻ ചേഞ്ച് വന്നു. അതിന്റെ മീനിങ് എന്താണ്? റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2 and 3. നമുക്ക് ഇനിഷ്യൽ ഗസ് ആയിട്ട് 2 അല്ലെങ്കിൽ 3 ഏതെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് റൂട്ട്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഒരെണ്ണം മറ്റതിന് x0 ആയിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ x0 എന്ന് പറഞ്ഞിട്ട് 2 കൊടുക്കുകയാണ്. ടേക്ക് x0 ഈക്വൽ ടു 2. നമുക്ക് 3 കൊടുക്കാം. യാതൊരെയും കൊടുക്കാം. നമ്മളിവിടെ 3 കൊടുക്കുകയാണ്. x0ക്ക് 3 കൊടുക്കുകയാണ്. എന്താണ് ന്യൂട്ടൺ റാഫ്സൺ മെത്തേഡ് ഫോർമുല? xn+1 ഈക്വൽ ടു xn മൈനസ് f of xn by f dash xn, where n equal to 0, 1, 2, 3 etc. ഇങ്ങനെയല്ലേ? ആദ്യം നമുക്ക് n ന് 0 കൊടുക്കാം. പുട്ട് n ഈക്വൽ ടു 0. അപ്പൊ എന്ത് വരും? x1 ഈക്വൽ ടു x0 അല്ല, ഇവിടെ നമുക്ക് ഇക്വേഷൻ കൂടെ ആദ്യം എഴുതണമല്ലോ. ഇക്വേഷൻ കൂടെ എഴുതി പോവാം. അതായത് xn+1 ഈക്വൽ ടു xn മൈനസ് എന്താണ് f of xn? f of xn എന്താണ്? f of x ആണ് ഈ കിടക്കുന്നത്. അപ്പൊ f of xn എന്താണ്? xn ക്യൂബ് മൈനസ് 24 അല്ലേ, ബൈ എന്താണ് f dash xn? 3xn സ്ക്വയർ. ഇനി നമ്മൾ ഓരോ വാല്യൂസോട് കൊടുക്കാം. പുട്ട് n ഈക്വൽ ടു 0. n ന് 0 കൊടുക്കുമ്പോൾ x1 ഈക്വൽ ടു എന്ത് കിട്ടും? x0 മൈനസ് x0 ക്യൂബ് മൈനസ് 24 ബൈ 3x0 സ്ക്വയർ അല്ലേ. എന്താണ് x0 വാല്യൂ? x0 വാല്യൂ നമ്മൾ 3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 3 മൈനസ് 3 ക്യൂബ് മൈനസ് 24 ബൈ 3 ഇൻറ്റു 3 സ്ക്വയർ. കാൽക്കുലേറ്റർ ഇതിന്റെ വാല്യൂ ചെയ്ത് നോക്കാം. കിട്ടുന്നത് 2.889 ആണ് കിട്ടുന്നത്. അടുത്ത് എന്ത് ചെയ്യാം? പുട്ട് n ഈക്വൽ ടു 1. പുട്ട് n ഈക്വൽ ടു 1 ആക്കുമ്പോൾ എന്താണ്? x2 ആണ് കിട്ടുന്നത്. x2 ഈക്വൽ ടു x1 മൈനസ് x1 ക്യൂബ് മൈനസ് 24 ബൈ 3x1 സ്ക്വയർ. x1ന്റെ വാല്യൂ എന്താണ്? 2.889 ആണ്. അത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.8845 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് n ന് 2 എന്ന് കൊടുത്തു നോക്കാം. പുട്ട് n ഈക്വൽ ടു 2. അപ്പൊ എന്ത് വരും? x3 ഈക്വൽ ടു ആണ് x2 മൈനസ് x2 ക്യൂബ് മൈനസ് 24 ബൈ 3x2 സ്ക്വയർ. x2ന്റെ വാല്യൂ എന്താണ്? 2.8845 ആണ്. ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.88449 എന്ന് കിട്ടും. വീണ്ടും ചെയ്യാം. പുട്ട് n ഈക്വൽ ടു 3. n ഈക്വൽ ടു 3 ആകുമ്പോൾ എന്താണ്? x4 ആണ് കിട്ടുന്നത്. x4 ഈക്വൽ ടു x3 മൈനസ് x3 ക്യൂബ് മൈനസ് 24 ബൈ 3x3 സ്ക്വയർ. x3യുടെ വാല്യൂ എന്താണ്? 2.88449 ആണ്. അത് കൊടുത്ത് ചെയ്ത് നോക്കാം. വീണ്ടും 2.88449 എന്ന് കിട്ടും. എന്താണ്? റൂട്ട് സ്റ്റെബിലൈസേഴ്സ് അല്ലേ. അപ്പൊ എന്ത് പറയാം? therefore the root of the given equation, അതായത് ഈ വാല്യൂ ഓഫ് 24/1/3 എന്താണ്? 2.88449 ആണ്. ആൻസർ കിട്ടി കഴിഞ്ഞു. ഇനി കാൽക്കുലേറ്റർ എടുത്തിട്ട് ഈ 24ന്റെ ക്യൂബ് റൂട്ട് ഒന്ന് അടിച്ചു നോക്കിക്കേ. ഇത് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് ആ റൂട്ട് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. 7 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.